രാമേട്ടാ, രാമേട്ടാ നിന്നേ. ആകെ പ്രശ്നമാണ് രാമേട്ട. രാമേട്ടൻ ഇന്നും കൂടി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ വല്ല ഇലക്ട്രിക് ട്രെയിനിൽ തലവെച്ചെത്ത. എന്താ സാധാരണ ട്രെയിനിൽ തലവെച്ച ചാവില്ലേ? ഇലക്ട്രിക് ട്രെയിനിൽ തലവെച്ചാവണം നിർബന്ധം? രാമേട്ട ഞാൻ പറയേ, ഞാൻ വന്നിറങ്ങിയുള്ളൂ. എന്റെ തലയ്ക്ക് ഭ്രാന്തി പിടിപ്പിക്കരുത്. തനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്കറിയാം. ഒക്കെ വീട്ടിൽ എന്ത് വിശ്വസിച്ച് പറയാൻ കയറ്. ഇനി പറ, എന്താ തന്റെ പ്രശ്നം? വണ്ടി ഇറങ്ങിയപ്പോഴേ ഞാൻ കരുതിയതാ വിഷ്ണു എന്തെങ്കിലും കാര്യത്തിന് ഓടി വരുമെന്ന്. എന്റെ പ്രശ്നങ്ങൾ ഇവിടെ രാമേട്ടനോട് ചേച്ചിയോടല്ല, ഞാൻ വേറെ ആരോട് പറയുന്നത്? മുഖവരെ ആവശ്യത്തിലും കൂടുതലായി. താൻ കാര്യം പറ. 3 ദിവസമായി രാമേട്ട ഞാൻ ഉറങ്ങിയിട്ട്. അതാണോ തന്റെ പ്രശ്നം? എങ്കിൽ കുറച്ചേരം ഇവിടെ കിടന്ന് ഉറങ്ങ്. അതല്ല രാമേട്ട, 3 ദിവസമായി ഞാൻ ലോഡ്ജിന് പുറത്താ. എന്തിന്? ഒരു കട്ടിൽ 2 പേര് കിടക്കുന്നു പറഞ്ഞ ഹൗസ് ഓണർ ബഹളം. രണ്ടാമതൊരാളെ കൂടെ പാർപ്പിക്കാൻ തന്നോട് ആരാ പറഞ്ഞു? കട്ടിലിന്റെ പകുതി വാടക തരാൻ ഏറ്റവുണ്ടല്ലേ. അങ്ങനെ ആവുമ്പോ ഞാൻ മാസം 300 രൂപ വാടക കൊടുക്കുന്ന 150 രൂപ ലാഭിക്കാലോ എന്ന് കരുതി. എന്നിട്ടിപ്പോ എന്തായി? എന്നിട്ടിപ്പോ എന്താവാൻ? അവൻ എനിക്കൊരു ചില്ലിക്കാച്ച് തരുന്നില്ലെന്ന് മാത്രമല്ല, 2 ആള് കിടക്കുന്നു പറഞ്ഞ് 300, 600 രൂപ ഹൗസ് ഓണർ ഗോസായിന്റെ മേടിക്കുന്നത്. എന്നിട്ട് 300 തന്നെ ഞാൻ അരിഷ്ടിച്ചല്ലേ കൊടുക്കുന്നത്. അതും പോരാ, അവനെ പോറ്റാനുള്ള കഴിവ് എനിക്കുണ്ടോ? ഇതൊന്നും എന്നോട് അഭിപ്രായം ചോദിച്ചിട്ടല്ലോ താൻ ചെയ്തത്. എനിക്ക് അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി. അബദ്ധം പറ്റിയെന്നുള്ളത് തന്നെ സംബന്ധിച്ച് പുതിയ വാർത്തയല്ല. എവിടെങ്കിലും പോയി എന്തെങ്കിലും പുരുവാനുണ്ടാക്കിയിട്ട് ഞാനിപ്പോ എന്താ ചെയ്യേണ്ട രാമേട്ട, ഇതൊക്കെ പോട്ടെ. ഈ രാമേട്ട ഇപ്പൊ എന്താ ചെയ്യണ്ടേ? രാമേട്ടൻ തന്നെ ഹൗസ് ഓണറെ കണ്ട് കാര്യങ്ങൾക്ക് ഒരു ഒത്തുതീർപ്പുണ്ടാക്കി തരണം. അത്രയല്ലേ ഉള്ളൂ. ഞാനിതൊക്കെ ഒന്ന് മാറ്റി കുളിച്ചിട്ട് ഇങ്ങോട്ട് വരാം. അതുവരെ ഒന്ന് ക്ഷമിക്ക്. अबे तक वो चाकू नहीं पैदा हुआ जो राजू को लग जाए। पहले जाकर चिड़िया मारना सीखो यार। ऐसा बोल के शत्रुघ्न विलन को पकड़ता है। विलन को ये नहीं मालूम कि शत्रुघ्न उनका बेटा है और शत्रुघ्न और अनिल कपूर दोनों भाई हैं। लेकिन मीनाक्षी शेषाद्री मां बनने वाली है। फिर क्या हुआ पूछो? ये मीनाक्षी शेषाद्री अनिल कपूर के पास आकर बोलती है, क्या तुमने क्या कर दिया? अब आता है अमरीश पुरी, श्रीदेवी के पास जाता है। श्रीदेवी को ये नहीं मालूम कि अमरीश पुरी उसके अंदर है। अमरीश पुरी श्रीदेवी को रेपिंग करना चाहता है। फिर टेंशन। उस वक्त आता है अनिल कपूर। अയ്യോ, ഇതപ്പോ ഒന്ന് നാട്ടിന്ന്. രാമേട്ടൻ വന്നല്ലോ. ഇനി സാധനങ്ങൾ അടുത്ത് വെക്കാലോ. പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവുന്ന എനിക്ക് ഉറപ്പായി. പ്രശ്നം സോൾവ് ആയി. നിന്നെ ഇതിനകത്ത് ഇനി കയറ്റരുതെന്ന് തീരുമാനം എടുത്തിട്ടുണ്ട്. ആ തീരുമാനം നടപ്പിലാക്കാൻ ഹൗസ് ഓണറോട് പറയാൻ വേണ്ടിയിട്ടാണ് രാമേട്ടൻ കുട്ടി ഇങ്ങോട്ട് വന്നത്. തമാശ വരണം രാമേട്ടൻ. രാമേട്ടന് ചായ വേണ്ടേ? രാംകിഷൻ ചായ ജൽദി ലാനാ. ഡബിൾ സ്ട്രോങ്. സുഖിപ്പിക്കല്ലേ മോനെ രാജേന്ദ്ര. നീ കൂടെ താമസിക്കുമെന്ന് അറിഞ്ഞപ്പോ തന്നെ ഞാൻ ഇവനോട് പറഞ്ഞതാ, നീ ഒട്ടിയാ പിന്നെ വിടില്ലാന്ന്. നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? രാമേട്ട, ഞാൻ ഇവിടെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് കഴിഞ്ഞു വരികയായിരുന്നു. മുമ്പ് താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് പറഞ്ഞു വിട്ടപ്പോ 2 or 3 ദിവസം പുതിയ സ്ഥലം ശരിയാവുന്നവരെന്ന് പറഞ്ഞ് എന്റെ കൂടെ കയറി കൂടിയവന് ഇപ്പൊ മാസം 2 ആയി. വാടക കൊടുക്കാതെ ഒരു കട്ടിൽ 2 പേര് കിടക്കാൻ ഹൗസ് ഓണർ സമ്മതിക്കോ? അത് ഞാൻ വാടക തരില്ലാന്ന് പറഞ്ഞില്ലല്ലോ. തൽക്കാലത്ത് ഒരു അഡ്ജസ്റ്റ്മെന്റ് നീ കൊടുത്തന്നല്ലേ ഉള്ളൂ. അതിനി പറ്റില്ല എന്നാ പറഞ്ഞത്. നീ കാരണം ഞാനിപ്പോ റോട്ടിലായി. അങ്ങനെ വലിയ ത്യാഗം ചെയ്യാൻ നീ എന്റെ ആത്മാർത്ഥ സുഹൃത്തൊന്നും അല്ലല്ലോ. ഇവൻ ഇങ്ങനെ കണ്ണിച്ചോരയില്ലാത്ത വർത്താനം പറയാൻ ഞാൻ എന്ത് തെറ്റി രാമേട്ട? തെറ്റും ശരിയൊന്നും ആരും ഇവിടെ പ്രസ്താവിക്കണ്ട. നിന്റെ കൂട്ടുകെട്ട് ഇവന് ശരിയാവില്ല. നല്ല തറവാട്ടിന്ന് വന്ന പയ്യനാ ഇവൻ. നീ വേറെ സ്ഥലം നോക്ക്. രാമേട്ടൻ എന്നെ കൈയൊഴിയാണോ? 12 കൊല്ലമായി ഞാൻ ബോംബെ വന്നിട്ട്. രാമേട്ടൻ എന്നെ കാണാൻ തുടങ്ങിയിട്ടും കൊല്ലം 4-5 ആയി. യോൻ പറയും പോലെ എന്തെങ്കിലും അന്തസ്സേട്ട പെരുമാറ്റം എന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ടോ? പിന്നെ കുറെയൊക്കെ ലാത്തി അടിക്കും, അല്പം സ്വല്പം ഓസിന്നിരിക്കും. അതൊക്കെ നിവർത്തിയുണ്ടല്ലോ രാമേട്ട. 2 മാസമായി ഞാൻ ഇവന്റെ കള്ള സെന്റിമെന്റ്സ് കേൾക്കാൻ തുടങ്ങിയിട്ട്. ഇത്തിരി സ്വാതന്ത്ര്യം കൊടുത്തപ്പോ തലേ കയറാൻ നോക്കുക. വയ്യ രാമേട്ട. രാമേട്ടൻ തന്നെ ഹൗസ് ഓണറെ കണ്ട് എന്തെങ്കിലും തീരുമാനം ഉണ്ടാക്കിയേ പറ്റൂ. അതാണ് എനിക്കും പറയാനുള്ളത്. രാജേന്ദ്ര, എന്തോ നീ നിന്റെ പെട്ടി സാധനങ്ങളൊക്കെ എടുത്തിറങ്ങും. രാമേട്ട പറഞ്ഞത് കേട്ടില്ല. പെട്ടി സാധനം എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ. രാമേട്ട, एक मिनट. വിഷ്ണു, നാട് വിട്ട് ഇവിടെ വന്ന് കഷ്ടപ്പെടുന്ന ഒരു മലയാളിയുടെ വേദന നമുക്കൊക്കെ അറിയാവുന്നതാണല്ലോ. എന്തൊക്കെയായാലും ഇത്രയും നാൾ നമ്മൾ ഒരുമിച്ച് ഇടപഴകിയതല്ലേ. പെട്ടെന്ന് അങ്ങനെ ഇറക്കി വിടാന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യത്വമില്ലായ്മ ആവില്ലേ? അവൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അതങ്ങ് ക്ഷമിച്ചു. ഹൗസ് ഓണറോട് ഞാൻ പറഞ്ഞ് സമ്മതിപ്പിക്കാം. വേറൊരു മുറി ശരിയാവുന്നവരെ അവൻ ഇവിടെ താമസിക്കട്ടെ. വാടകയൊക്കെ അവൻ തരും. തൽക്കാലം ഈ മാസം കൂടി നീ കൊടുക്കും. എനിക്ക് ഓഫീസിൽ പോകേണ്ട സമയമായി. ആ മോനാ പെട്ടിക്ക് എടുത്തകത്ത് വെച്ചു.
കയറി വാ. अथ श्री महाभारत कथा महाभारत महाभारत ओ भारत ओ भारत। साहब ये मलबार का स्पेशल क्वालिटी सिगार है, आपके लिए मंगवाया था। थैंक यू थैंक यू। ये छोड़ दीजिए साहब, ये टेस्ट करिए। साहब आपका सॉरी साहब, साहब आपका ब्लड प्रेशर। कोई फिक्र की बात नहीं। अच्छा साहब कैसा है साहब? ब्लड प्रेशर? नहीं साहब ये सिगार। हाँ बहुत अच्छा है। अच्छा होगा साहब, फर्स्ट क्वालिटी है ना। मॉर्निंग पिताजी। गुड मॉर्निंग बेटी। राजेंद्रन साहब। उसे कॉलेज छोड़ो। ठीक है साहब। और देखो साहब गाड़ी तेज नहीं चलाना। जरूर साहब। आइए मैम साहब, बैठिए मैम। Good morning, sir. குட் மார்னிங். என்ன விஷ்ணு, உங்க ராமேட்டன் ஊர்ல இருந்து வந்தாச்சா? Sir. வரும்போது என்னமோ கேரளா ஸ்பெஷல் ஆயுர்வேதிக் டானிக் கொண்டு வரேன்னு சொன்னாங்களே, என்னோட கேஸ் ட்ரபிளுக்கு நீ கேட்டியா? മറന്നു വെച്ചു സാർ. ഇങ്ങോട്ട് വരുന്ന ധൃതിയിൽ ഓർത്തില്ല. சரி, நாளைக்கு என்ன கொஞ்சம் கான்டாக்ட் பண்ண சொல்லு. ശരി സാർ. गुड मॉर्निंग सर। गुड मॉर्निंग। குட் மார்னிங் சார். गुड मॉर्निंग। साहब चाय लाऊं साहब? हाँ ठीक है। जी साहब। माफ कीजिए साहब। कौन? बलबिंदर, राजेंद्र यार, राम राम। एक चाय जल्दी लेना साहब के लिए, शक्कर मत डालना, ठीक है? हाँ സർ. തന്റെ ആ ഓവർ ടൈമിന്റെ കാര്യം ഞാൻ റെക്കമെൻഡ് ചെയ്യണോ വേണമെന്നില്ല. സ്റ്റാഫിന്റെ അടുത്ത്? മാനേജർ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട്. അല്ല ഞാൻ പറയുമ്പോ അതിന്റെ കാർ ഡ്രൈവറുടെ പോസ്റ്റ് മാനേജറുടെ മുകളിലാന്ന് എനിക്ക് തോന്നുന്നില്ല. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെയും സംഭവിക്കാം. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ചൗപ്പാട്ടി കടപ്പുറത്ത് അജ്ഞാത ജഡങ്ങൾ കരക്കടിഞ്ഞു എന്നും കേൾക്കാറുണ്ട്. ദേ, എന്താ என்ன ராஜேந்திரா, ஆபீஸ் டைம்ல விளையாட்டா? சார் நாங்க திக் ஃப்ரெண்ட்ஸ், எப்போ இந்த மாதிரி தான் விளையாட்டு. ஐயோ സാബിന് ഗുളി കൊടുക്കാൻ സമയമായി. സാർ എവനെ ഇവിടുന്ന് ചവിട്ടി പുറത്താക്കാൻ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? அட பொழைச்சு போட்டோம். സാർ പൊഴച്ചപ്പെടുന്ന പറഞ്ഞാൽ ശരിയാവില്ല. എവനെ विष्णु साहब अंदर बुलाते हैं, बुलाते हैं, चल फ्रेंडशिप அவ்வளவுதான். सब चाय कॉफी या कुछ ठंडा मंगा. டிரைவருக்கு ஆபீஸ்ல என்ன வேலை? सब संभालता सब मैं. கீழே போய் வேலையை பாரு. सॉरी ओ. सर, मन्निச்சிடுங்க சார். போ. हाउस नंबर 426 किधर है? ऊपर है. ഇവിടെ ആരുമില്ല. സൗണ്ട് നേരത്തെ. ഹേയ്, ഇയാളെന്താ ഇവിടെ കിടന്ന് ഡാൻസ് കളിക്കുന്നേ? അതെ, ഓറഞ്ച് വീണപ്പോ ഞാനൊന്ന് ആഹാ. എടുത്ത് തുടങ്ങി. കുട്ടിയെപ്പോ വന്നു? വന്നതേ ഉള്ളൂ. ഞങ്ങള് സിന്ധുവിന് ഡോക്ടറെ കാണിക്കാൻ പോയതാ. താൻ അറിയോ ഈ കുട്ടിയെ? ഇല്ല, ഇപ്പൊ കണ്ടോളൂ. നാട്ടിൽ നിന്ന് മടങ്ങുമ്പോ ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടതാ. അരുന്ധതി തന്റെ അടുത്ത നാട്ടുകാരിയാ, ചെർപ്പളശ്ശേരി. മാത്രല്ല തന്നെ പോലെ തന്നെ ഒരു അമ്പലവാസിയാ. ഇയാളറിയോ? ഇല്ല. ഇതാണ് വിഷ്ണു. ഇയാളെ പറ്റി അങ്ങനെ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല, ഒരുപാട് പറയാനുണ്ട്. ഒക്കെ പിന്നെ പറഞ്ഞുതരാം. വാ. അല്ലേ? സിന്ധുവിന് എന്താ അസുഖം? കൊച്ചിലെ തൊട്ടുള്ളതാ. ശ്വാസം മുട്ടണ്ടിയാ. തുടങ്ങിയ പിന്നെ ഒരാഴ്ചത്തേക്ക് കണ്ടു നിൽക്കുന്നവർക്കൂടെ പ്രയാസമാ. ഓ, താൻ അവിടെ ഇരിക്കി, ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറട്ടെ. ഞാൻ ഈ ഇവർക്ക് എന്തെങ്കിലും കുടിക്കാൻ എടുക്കും. അരുന്നതി ഇരിക്കൂട്ടോ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. ട്രെയിനിൽ വെച്ച് ചേച്ചി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. എന്ത്? ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ ഞാൻ മറന്നു കൂട്ടി. അതൊക്കെ ചേച്ചി ചുമ്മാ പറയുന്നതാ. ചെർപ്പളശ്ശേരിയിൽ എവിടെയാ വീടുന്ന പറഞ്ഞത്? അമ്പലത്തിന്റെ തൊട്ടടുത്താ. ഒരിക്കൽ ഞാൻ അവിടെ വന്നിട്ടുണ്ട്, അമ്പലത്തിലെ ഉത്സവത്തിന്. കുട്ടിക്ക് ഓർമ്മയുണ്ടാവുന്നറിയില്ല.
ഒരു കൊല്ലം ഉത്സവത്തിന് വെടിക്കെട്ട് കിടക്കുമ്പോ ഊട്ടുപരിക്ക് തീ പിടിച്ചൊരു 12 പേര് മരിച്ചില്ലേ? അന്ന് ഞാനവിടെ ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇയാളുടെ കാര്യങ്ങൾ ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ശരിയാവില്ല എന്ന്. ചെർപ്പളശ്ശേരി അമ്പലത്തിൽ ഉത്സവം കാണാൻ പോയപ്പോ വെടിക്കെട്ടിൽ 12 ആള് മരിച്ചു. ഒരിക്കൽ 2 ഓണത്തിന് തൃശ്ശൂർ കൂട്ടുകാരുമായിട്ട് സിനിമ കാണാൻ പോയപ്പോ ബസ് പാടത്തേക്ക് മറിഞ്ഞ് 7 ആള് മരിച്ചു. തമാശകള് രാമേട്ട. തമാശയോ? താൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ലേ. ദേ ഇവിടെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. എന്നാണാവോ ഈ കെട്ടിടം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് കൊണ്ടുപോണേ. ഇങ്ങനെയാണോ ആദ്യമായിട്ട് ഒരാളിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത്? നിങ്ങൾ നല്ല ആളാ. അരുന്ധതി എന്ത് വിചാരിക്കും വിഷ്ണുവിനെ കുറിച്ച്? എന്ത് വിചാരിക്കാൻ? ഇങ്ങനെയും ചില ആൾക്കാർ ബോംബെയിലുണ്ടെന്ന് ഞാൻ ആ കുട്ടിക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുന്നുള്ളൂ. തനിക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല.